വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. തലസ്ഥാനത്ത് KSRTC സർവീസുകൾ മുടങ്ങി. തൃശൂരിലും സർവീസുകളില്ല. കൊച്ചിയിലും സർവീസുകൾ മുടങ്ങി. കോഴിക്കോടും വയനാടും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിവാദമായ വൈദ്യുതി നിയമ ഭേദഗതികൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. കേരളത്തിൽ INTUC ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെങ്കിലും പ്രത്യേകമായാണ് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അറിയിച്ചു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, ഈ ഒരു പണിമുടക്ക് പൂർണ്ണമായിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഹർത്താലിന് സമാനമായിട്ടുള്ള പണിമുടക്ക് തന്നെയാണ് 24 മണിക്കൂർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സംയുക്ത സമിതി പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാൽനട യാത്രക്കാർ പോലും നിരത്തിൽ കാണുന്നില്ല. മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പത്തനംതിട്ടയിലെ നാളെ ശബരിമല എല്ലാ മാസവും 1-ാം തീയതി തുറക്കുന്നത് കൊണ്ട് ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തെ ഈ സമരാനുകൂലികൾ തടയില്ലെന്നും പ്രത്യേകിച്ച് പ്രസിദ്ധമായ ഈ ക്രിസ്തീയ സമുദായത്തിന്റെ മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷന് ബന്ധപ്പെട്ട് അതിന് വരുന്ന വിശ്വാസികളെ, അവരുടെ വാഹനങ്ങളെയും വിശ്വാസികളെയും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴഞ്ചേരി പഞ്ചായത്തും മല്ലപ്പുഴ പഞ്ചായത്തിനെയുമാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ 10 തൊഴിലാളി സംഘടനകളാണ് 24 മണിക്കൂറിന് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിന് വിരുദ്ധമായും, കർഷക തൊഴിലാളി വിരുദ്ധമായും, തൊഴിലുറപ്പിന് വിരുദ്ധമായും, വൈദ്യുതി ഭേദഗതി വിരുദ്ധമായും അങ്ങനെ ഒട്ടേറെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരസമിതി ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് സംയുക്ത ട്രേഡ് യൂണിയൻ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ പ്രകടനം ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കുചേരും. ഓട്ടോറിക്ഷയും മറ്റ് പ്രൈവറ്റ് ബസ്സും ടാക്സി ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പൂർണ്ണമായും ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് ദീപ്തി. ശരി, പ്രസാദ് MJ ആണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഈ ഒരു പണിമുടക്ക് പൂർണ്ണമാകുന്ന ഒരു സാഹചര്യമാണ്. തലസ്ഥാനത്ത് KSRTC സർവീസുകളടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂരിലും ഇതുപോലെ തന്നെ സർവീസുകളില്ല. കൊച്ചിയിലും സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു പണിമുടക്കിന് അനുബന്ധിച്ച് ഈ ഒരു പ്രവർത്തകർ വാഹനങ്ങളടക്കം തടയുന്ന ഒരു സാഹചര്യം കോഴിക്കോടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് പണിമുടക്ക് പൊതുവെ ശാന്തമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പണിമുടക്കെല്ലാം തന്നെ പൂർണ്ണമാണ്. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നുണ്ട്. വാഹനങ്ങൾ കാര്യമായൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. പൊതുഗതാഗത സർവീസ് പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഒരു നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പോലീസ് സുരക്ഷയെല്ലാം തന്നെ വളരെ ശക്തമാണ്. പോലീസിന്റെ പട്രോളിംഗ് സംവിധാനം ഉൾപ്പെടെ കർശനമാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു സ്ഥാപനം പോലും അങ്ങനെ കാര്യമായി തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയില്ല. ഹോട്ടലുകളും മറ്റ് കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ ദേശീയ പണിമുടക്ക് കോഴിക്കോടിനെ സംബന്ധിച്ച് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. ശരി, സംസ്ഥാനത്ത് ഈ ഒരു പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കും. വിവിധ സ്ഥലങ്ങളിൽ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ബസ് സർവീസുകളടക്കം പണിമുടക്കുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ്. തലസ്ഥാനത്ത് KSRTC സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലും സർവീസുകളില്ല. കൊച്ചിയിലും സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. കോഴിക്കോടും വയനാടും അടക്കം ഈ ഒരു പണിമുടക്ക് പൂർണ്ണമാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിവാദമായ വൈദ്യുതി നിയമ ഭേദഗതികൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. കേരളത്തിൽ INTUC ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെങ്കിലും പ്രത്യേകമായാണ് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ
24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പണിമുടക്കിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും KSRTC അടക്കം സർവീസുകൾ നടത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്ത് ഉടനീളം ഈ ഒരു പണിമുടക്കുമായി ആളുകളെല്ലാം സഹകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാണ് പല സ്ഥലങ്ങളിലും എന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധികളെല്ലാം അറിയിക്കുന്നത്. തൃശ്ശൂരിലും അതുപോലെ തന്നെ കൊച്ചിയിലും തലസ്ഥാനത്തും തിരുവനന്തപുരത്തും അടക്കം ഈ ഒരു KSRTC സർവീസുകളടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോഴിക്കോടും വയനാടും അടക്കമുള്ള മറ്റു ജില്ലകളിലും ഈ ഒരു പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിവാദമായ വൈദ്യുത നിയമ ഭേദഗതികൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്ക് നടത്തുന്നത്.